ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എന്നാ? അതെ, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ചാച്ചാജി. നെഹ്റു ചാച്ചാജിയുടെ മുഖം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രസ്സില് കുത്തിവെച്ച റോസാപ്പൂ കൂടി നമുക്ക് ഓർമ്മ വരും അല്ലേ? എന്നാ പിന്നെ ആ റോസാപ്പൂവിന്റെ പിന്നിലെ കഥ പറഞ്ഞാലോ? നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിലും വസതിയിലും ഒക്കെ എത്തുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വന്നവരുടെ കൂട്ടത്തില് ഗ്രാമവാസിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കായി സമ്മാനിക്കാൻ അവരുടെ കയ്യില് ഒരു റോസാപ്പൂവും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥര് ആ സ്ത്രീയെ നെഹ്റുവിന്റെ അടുത്തേക്ക് കടത്തിവിട്ടില്ല. സെക്യൂരിറ്റികളോട് തർക്കിക്കുന്ന സ്ത്രീയെ ശ്രദ്ധിക്കപ്പെട്ട നെഹ്റു അവരെ അകത്തേക്ക് കടത്തിവിടാൻ നിർദ്ദേശിച്ചു. എന്നിട്ട് അവരിൽ നിന്ന് ആ റോസാപ്പൂ വാങ്ങുകയും ചെയ്തു. നെഹ്റുവിന് അവരോട് ഒരുപാട് സ്നേഹവും ആദരവും തോന്നി. ആ റോസാപ്പൂ അദ്ദേഹത്തിന്റെ ഡ്രസ്സില് കുത്തിവെക്കുകയും ചെയ്തു. ആ ഓർമ്മയില് നെഹ്റു പിന്നീട് അങ്ങോട്ട് തന്റെ ഡ്രസ്സില് ഒരു റോസാപ്പൂ കുത്തിവെക്കുമായിരുന്നു അത്രേ. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുപ്പായത്തിലെ റോസാപ്പൂവിന്റെ കഥ. അദ്ദേഹം പറഞ്ഞ ഒരു മഹത് വാക്യമുണ്ട്: കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്, അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ.